ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ പോകുന്നത് ഒരു വ്യാഴാഴ്ചയാണ്. നല്ല തിരക്കുള്ള ദിവസമാണ്. കാരണം ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 ഡേയ്സ് ഗോവയിൽ നല്ല എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ 3 ഡേയ്സ് വെച്ച് നല്ല തിരക്കും കാര്യങ്ങളാണ് ഇവിടെ. ഹലോ ഗായ്സ്, നമ്മുടെ ഇപ്പോൾ ഫസ്റ്റ് ആനിവേഴ്സറി ട്രിപ്പാണ്. നമ്മൾ പോകുന്നത് ഗോവയ്ക്കാണ്. നമ്മൾ ട്രെയിൻ എന്ന് പറഞ്ഞാൽ രാത്രി 11 മണിക്കാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബാംഗ്ലൂരിലെ KBS റെയിൽവേ സ്റ്റേഷനിലാണ്. ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടേക്കുന്നത് അത്യാവശ്യം ചെന്നൈ മെയിലാണ്. ഇത് ഹംസഫറിൻ്റെ. അപ്പോൾ ഞാനും അമലുമായിട്ടാണ് പോകുന്നത്. നമ്മുടെ വണ്ടി 10 മണിക്കാണ് ഇവിടുന്ന് എടുക്കുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 8 ഉള്ളത്. നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. നമ്മുടെ ജേർണി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. 3 ഡേയ്സ് ഒരു ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ സമയം ഏതാണ്ട് 10:30 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ട്. ഏകദേശം ആളൊക്കെ ഫുള്ളായിട്ട് ഇരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്നത് ഓൾമോസ്റ്റ് 11-11:10 അങ്ങനെയൊക്കെ ആയിരിക്കും. ട്രെയിൻ ഇവിടെ നിന്ന് ബെൽഗാവിക്ക് പോകുന്ന ട്രെയിനാണ്. ഓൾമോസ്റ്റ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഫുള്ളാണ്. മൊത്തത്തിൽ ഫുള്ളായിട്ടാണ് ഉള്ളത്. ഇവിടെ നിന്ന് തന്നെ മുമ്പോട്ട് പോകുമ്പോഴും ഇതിനേക്കാളും തിരക്കായിരിക്കും. ട്രെയിൻ കയറി ഞങ്ങളിപ്പോൾ മിഡിൽ ബർത്തും അപ്പർ ബർത്തുമാണ് കിട്ടിയത്. ഞാനപ്പോൾ അപ്പർ ബർത്തിലാണ് കിടക്കുന്നത്. ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഞങ്ങളിതാ ഉറപ്പ് തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിതാ ഇവിടെ ഫോണിൽ കളിച്ചു. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ 10 ദിവസത്തെ ഗുഡ് മോർണിംഗ് ഗൈസ്. ഇവിടെ നമ്മുടെ ഹുബ്ലി എത്തിയിരിക്കുകയാണ്. ഓൾറെഡി ഒരു 1.5 hour ലേറ്റാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് പോകണമെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 8-8:30 ആകുമ്പോൾ റീച്ച് ആവാൻ. പാടങ്ങളുടെ നടുവിലൂടെ ഒരു യാത്ര. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ലോണ്ട ജംഗ്ഷനാണ് ഉള്ളത്. ഓൾറെഡി ഒരു 1.5 hour ലേറ്റായിട്ടാണ് ഇവിടെ എത്തിയത്. ഇനി ഇവിടെ നമ്മൾ ജസ്റ്റ് ഓട്ടോ വല്ലതും അല്ലെങ്കിൽ കാറോ ക്യാബിനോ എല്ലാം നോക്കേണ്ടി വരും. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറിയാണ്, 3 കിലോമീറ്റർ മാറിയിട്ടാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. അവിടെ നമുക്ക് നെക്സ്റ്റ് നമ്മളങ്ങനെ ലോണ്ട ജംഗ്ഷനിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ബുക്ക് ചെയ്തു. അവിടെ നിന്ന് പിന്നെ ഇപ്പോൾ രാംനഗർ ബസ് സ്റ്റാൻഡിൽ വന്നേക്കാണ്. ഫസ്റ്റ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു. കാരണം വന്നിറങ്ങിയിട്ട് നല്ല വിശപ്പൊന്നുമില്ല. ട്രെയിനിൽ നിന്നൊന്നും നല്ല ഫുഡൊന്നുമല്ല. അധികം വലിയ ഹൈജീനൊന്നുമില്ല ഫുഡ്. ഒരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്താൽ തന്നെ അപ്പം മടുത്ത് കളയരുത്. ഇവിടുത്തെ നൈസ് ഫുഡാണ്. നമ്മൾ നിന്നടിക്കുക. ഹലോ ഗായ്സ്, ഇതിപ്പോൾ പനാജി സിറ്റിയാണ്. സിറ്റിയിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ റൂം എടുത്ത സ്ഥലത്തേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹലോ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് കലങ്കോട്ട് ബീച്ചിലാണ് നമ്മളുള്ളത്. ഇവിടുത്തെ ഒരു നൈറ്റ് പാർട്ടിയാണ്. വീട്ടിലെ വ്യൂ ആണ് ഇവിടുത്തെ നൈറ്റ്. ഇപ്പോൾ ഓൾറെഡി സീസൺ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ പേരിൽ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാനൊക്കെ നൈറ്റ്. ബാഗ ബീച്ചാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫുൾ പാട്ടും ബഹളവും ലൈറ്റും ഫുൾ വൈബ് സ്ഥലമാണിത്. ഗോവയിലെ സെക്കൻഡ് ഡേ ആണ്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് പോയത് ഓൾഡ് ഗോവയിലേക്കാണ്. അവിടെ ഫുൾ ചർച്ചുകളാണ്. ഇത് ബസിലിക്ക ബോം ജീസസ് ആണ്. അതിൻ്റെ അകത്തെല്ലാം കയറി കണ്ടു. പിന്നെ അവിടെ ഇപ്പോൾ നമ്മുടെ ഫ്രാൻസിസ് സേവിയറിൻ്റെ എക്സ്പോർട്ടേഷൻ നടക്കുകയാണ്. അപ്പം ഫ്രാൻസിസ് സേവിയർ വിശുദ്ധൻ്റെ ഭൗതിക ശരീരം നമ്മൾ പരസ്യവണക്കത്തിനായി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല തിരക്കാണ്. നാട്ടിൽ നിന്നൊക്കെ നല്ല ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. പോകുന്ന വഴികളിലൊക്കെ ഫുൾ പള്ളികളാണ്. ഇങ്ങനെ പള്ളികളെല്ലാം കണ്ട് അങ്ങനെ പോവുകയാണ്. അടുത്തതായിട്ട് ഞങ്ങൾ എത്തിയത് ചോപ്ര ഫോർട്ടിലാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഗോണ്ടോ ഫോർട്ടാണ്.
ഇവിടെ കറക്റ്റ് ഞങ്ങൾ സൂര്യാസ്തമയമായപ്പോഴാണ് വന്നത്. അപ്പോൾ കറക്റ്റ് നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ച് നേരെ താഴേക്ക് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടത് അപ്പർ ഫോർട്ട് അഗോണ്ടയാണ്, ഇത് ലോവർ ഫോർട്ട് അഗോണ്ട. ഇവിടെയും നല്ല രസമാണ്, നൈറ്റ് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. അതിനുശേഷം തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ അഞ്ജുന ബീച്ചിൽ പോയി. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വണ്ടിയെല്ലാം കൊടുത്ത് തിരിച്ച് ബസ് കയറി വാസ്കോയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വാസ്കോയിൽ നിന്നാണ് ഞങ്ങൾക്ക് തിരിച്ച് ട്രെയിൻ. അപ്പോൾ ഞങ്ങൾ വാസ്കോയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയെല്ലാം നല്ല വ്യൂസാണ്. വാസ്കോയിലേക്ക് പോകുന്ന ഈ വഴിയാണ് ഈ കാണുന്നത്. ബസ്സിൽ ഞങ്ങൾ പനാജി ടു വാസ്കോ ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വാസ്കോയിൽ നിന്ന് ആണ് ഞങ്ങൾക്ക് ട്രെയിന്. ഇപ്പോൾ 3 ദിവസത്തെ ട്രിപ്പായിരുന്നു. കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് ഞങ്ങൾ വാസ്കോയിലെത്തിയപ്പോൾ വാസ്കോയിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണിത്. റെയിൽവേ സ്റ്റേഷൻ ബസ് ഇറങ്ങി അവിടെ നിന്ന് 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഞങ്ങൾ തിരിച്ച് ട്രെയിൻ കയറി. ട്രെയിനിൽ പോകുന്ന വഴിക്ക് നമുക്ക് ദൂസാഗ വാട്ടർഫാൾസ് കാണാം കേട്ടോ. കറക്റ്റ് ട്രെയിനിൽ നല്ല വ്യൂ ആണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അധികം വെള്ളമില്ലാത്ത സമയമാണെന്ന് തോന്നുന്നു. കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും ഈ പോകുന്ന വഴി. പിന്നെ ട്രെയിനിൽ പോകുമ്പോൾ നല്ല പ്രകൃതിരമണീയമായ സ്ഥലങ്ങളാണ്. നല്ല രസമാണ് സൈഡിലിരുന്ന് കാണാൻ വേണ്ടി. അപ്പോൾ ബൈ ഗായ്സ്.